പൈസയ്ക്ക് രാജു പേശിയില്ല. ലാലേട്ടൻ്റെ വലിയൊരു പടം എന്ന് പറഞ്ഞ് എടുത്തുചാടി. പക്ഷേ മല്ലിക സുകുമാരൻ പറയുന്നു, പൃഥ്വിരാജിൻ്റെ കരിയറിൽ ഏറ്റവും ചർച്ചയായതും ഏറ്റവും വിവാദമായതും എമ്പുരാൻ എന്ന സിനിമയായിരുന്നു. പൃഥ്വിരാജോ അണിയറ പ്രവർത്തകരോ വിചാരിക്കാത്ത തരത്തിൽ രാഷ്ട്രീയ വിവാദമായി എമ്പുരാൻ മാറി. സിനിമയിലെ ചില സീനുകൾ ഒഴിവാക്കി. ഇപ്പോഴിതാ എമ്പുരാൻ വിവാദങ്ങൾ പൃഥ്വിരാജിനെ വിഷമിപ്പിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മല്ലിക സുകുമാരൻ. ദ സ്റ്റോറിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക സുകുമാരൻ്റെ പരാമർശം. എമ്പുരാൻ പൃഥ്വിരാജിന് നഷ്ടക്കച്ചവടമായോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മല്ലിക. ഇങ്ങനെയൊരു മാനസിക വിഷമം അവന് വരുമെന്ന് അവനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യസന്ധമായി ഞാൻ പറയുകയാണ്, അവൻ അതിൽ എത്ര രൂപ കിട്ടിയെന്ന് ആൻ്റണിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. പൈസയ്ക്ക് അവൻ പേശിയിട്ടില്ല. ഇത്രയും വലിയൊരു പടം ലാൽ എടുത്ത് കയ്യിൽ കൊടുക്കുന്നു. ആൻ്റണി അതിന് കൂട്ടുനിൽക്കുന്നു. അതൊരു വലിയ അംഗീകാരമായാണ് രാജു എടുത്തത്. 2ഓ 3ഓ പടം മാറ്റിവെച്ചു. കാളിയനൊക്കെ എമ്പുരാന് മുമ്പ് വരേണ്ടതായിരുന്നു. അതെല്ലാം മാറ്റിവെച്ച് ലാലേട്ടൻ്റെ വലിയൊരു പടം വരുന്നു എന്ന് പറഞ്ഞ് എടുത്തു ചാടിയിട്ട് അവസാനം ഇങ്ങനെ വന്നു. എന്താ മോനെ ഇത് എന്ന് വിവാദങ്ങളെക്കുറിച്ച് ഞാൻ മുരളി ഗോപിയോട് നേരിട്ട് ചോദിച്ചു. വിട് ആൻറ്റി എന്ന് മുരളി പറഞ്ഞു. മുരളി ചെറിയ നീരസത്തോടെ ഇവർക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്ന രീതിയിൽ അങ്ങ് വിടുകയായിരുന്നു. പക്ഷേ ഞാനൊരു സ്ത്രീയല്ലേ? വിമൻസ് കോളേജ് ഗ്രൂപ്പുണ്ട്. ഖത്തറിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ലണ്ടനിലും ഒരുപാട് പേരുണ്ട്. ചേച്ചി അങ്ങനെയല്ല, രാജുവിനെ മാത്രം എന്താണിങ്ങനെ പറയുന്നതെന്ന ചോദ്യം അവരിൽ നിന്നും കോമൺ ചോദ്യമായി വന്നു. അങ്ങനെയാണ് താൻ പ്രതികരിച്ചത്. ഇന്നും രാജുവിനുള്ള നില പോയിട്ടില്ലെന്നാണ് ഇപ്പോൾ അവർ പറയുന്നതെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി. പ്രധാന ചാനലുകൾ എടുത്താൽ കുറച്ചു പേർക്ക് പല പാർട്ടിയോടും ചായ്വ് കാണും. ഒരു പ്രധാന ചാനലിലെ ഒരു പെൺകുട്ടി ഒരു ദിവസം ന്യൂസിൽ പറഞ്ഞതാണ്, സെൻസർ ചെയ്തപ്പോൾ പൃഥ്വിരാജ് സെൻസർക്കാരുടെ കാലിൽ വീണു എന്നൊക്കെ. എൻ്റെ പടം എങ്ങനെയെങ്കിലും ഇറക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞെന്ന്. പൃഥ്വിരാജിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അവൻ എൻ്റെ കാലിലെങ്കിലും വീണിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നതെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. അന്ന് അവൻ ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിൽ വന്ന് കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റിൽ സെൻസർ ബോർഡിനടുത്തേക്ക് വന്നപ്പോഴും ഇവിടെ പടം തുടങ്ങി. അപ്പോൾ അവൻ അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവനെ അകത്ത് വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് അവനവൻ്റെ പാട്ടിന് 6 മണിക്ക് ഫ്ലൈറ്റിൽ തിരിച്ചുപോയി. പിന്നെ 4 ദിവസം പടം ഓടി. പിന്നെ എവിടെ നിന്നാണ് ഈ ന്യൂസുകൾ കുത്തിപ്പൊക്കിയത്? ഇതേക്കുറിച്ച് പിന്നീട് താൻ അന്വേഷിച്ചിരുന്നെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. എമ്പുരാനെതിരെ ചരട് വലിച്ചത് മുഴുവൻ ഒരു പാർട്ടിക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, മല്ലിക സുകുമാരൻ പറഞ്ഞു. രാജുവിന് ഇപ്പോൾ സ്വന്തം പ്രൊഡക്ഷനുണ്ട്. വലിയ പടങ്ങളൊക്കെ ആയതിനാൽ കുറച്ച് പബ്ലിസിറ്റി വേണമെന്നും ഉണ്ട്. രാജുവിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ വെച്ച് ആളുകൾ അങ്ങോട്ട് സമീപിക്കുന്നു. അതിൻ്റെ കൂടെ സുപ്രിയ മീഡിയക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദ സ്റ്റോറിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മല്ലിക സുകുമാരൻ.